ദീർഘമായിട്ടുള്ള 30 വർഷക്കാലമായി ഈ നാട്ടിലെ മാത്രമല്ല കേരളത്തിൻ്റെ ആകെ സ്വപ്നമാണ് തൃശ്ശൂർ സുവോളജിക്കൽ പാർക്ക് പുത്തൂരിൽ ഇത്ര വിസ്തൃതമായിട്ടുള്ള ഒരു കേന്ദ്രത്തിൽ സ്ഥാപിക്കുക എന്നത്. ഇന്ന് കാണുന്ന മനോഹാരിതയിലേക്ക് ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല. ഏതാണ്ട് 360 ഏക്കർ വരുന്ന വനം വകുപ്പിൻ്റെ തന്നെ അധീനതയിലുണ്ടായിരുന്ന ഈ സ്ഥലത്തേക്ക് പാർക്ക് മാറ്റണം എന്ന ആശയവും അതുമായി ബന്ധപ്പെട്ട ചില ശ്രമങ്ങളും നടന്നെങ്കിലും ഇതിനാവശ്യമായിട്ടുള്ള പണം പൂർണ്ണമായിട്ടും മാറ്റിവെക്കാൻ കഴിഞ്ഞത് 2016 പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ നേതൃത്വത്തിലാണ്. 371 കോടി രൂപ കിഫ്ബിയും പ്ലാൻ ഫണ്ടും ഉപയോഗിച്ചുകൊണ്ട് ഇത്ര വിശാലമായൊരു പദ്ധതി സാക്ഷാത്കരിക്കാൻ നമുക്ക് സാധിച്ചത്. 2018 ഫെബ്രുവരിയോടെ നാം ഒന്നാം ഘട്ട നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ തറക്കല്ലിൽ 2 പ്രളയങ്ങൾക്കും കോവിഡിനും തകർക്കാൻ കഴിയാത്ത ആത്മവീര്യത്തോടെയാണ് ഇന്നു കാണുന്ന വിധം ഈ സുവോളജിക്കൽ പാർക്ക് എത്തിച്ചേർന്നത്. ഓസ്ട്രേലിയൻ സൂ ഡിസൈനറായിട്ടുള്ള ജോൺ കോ തയ്യാറാക്കി ഓരോ ചെരുവിടങ്ങൾക്കും പ്രത്യേകമായിട്ടുള്ള സാങ്കത്യം ഉണ്ടാക്കി 9 ആവാസ വ്യവസ്ഥകളിൽ 24 ആവാസ ഇടങ്ങളിലായി രൂപീകരിക്കപ്പെട്ട മഹനീയമായിട്ടുള്ള ഒരു സുവോളജിക്കൽ പാർക്ക്. ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ അത് സാധ്യമായി എന്നുള്ളത് ഏറെ അഭിമാനകരവും സന്തോഷകരവുമായിട്ടുള്ള ഒരു കാര്യമാണ്. പല വിധത്തിലുള്ള ആവാസ വ്യവസ്ഥകൾ ഇവിടെയുണ്ട്. സിംഹവാലൻ കുരങ്ങും കരിങ്കുരങ്ങുമൊക്കെ താമസിക്കുന്ന ഇടത്തിൻ്റെ പേര് സൈലൻറ്റ് വാലിയാണ്. മധ്യപ്രദേശിലെ കൻഹാ സോണിലേക്കുള്ള പ്രവേശന കവാടമാണ്. യഥാർത്ഥത്തിൽ ഒരു കാടിൻ്റെ അന്തരീക്ഷം തന്നെ എല്ലാ അർത്ഥത്തിലും ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിലുള്ള അവരുടെ സ്വതന്ത്ര വികാരം അകലെ നിന്നുകൊണ്ട് ആളുകൾക്ക് കാണുക എന്നുള്ളതാണ് ഈ ആവാസ ഇടങ്ങളുടെ ഏറ്റവും പ്രധാനം. ഇതൊരു മൃഗശാല എന്ന് കരുതി വരരുത്. ഇത് യഥാർത്ഥത്തിൽ ഒരു പ്രകൃതി പഠനശാലയാണ്. പുത്തൂർ ലോകത്തിൻ്റെ മുമ്പിൽ കൈനീട്ടി സ്വാഗതം ചെയ്യുന്നു എല്ലാവരെയും ഈ ഹൃദയഭൂമിയിലേക്ക്, പ്രകൃതിയുടെ മടിത്തട്ടിലേക്ക്.